കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഖത്തർ സന്ദർശനം ഉഭയകക്ഷി വ്യാപാരത്തിൽ വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസി ബിസിനസ് സമൂഹം. വ്യാപാരം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും കമ്പനികൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് ബിസിനസ് കൌൺസിൽ നേതാക്കൾ പ്രതികരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പീയൂഷ് ഗോയൽ ദോഹയിലെത്തിയത്. അടുത്ത വർഷം 3-ാം പാദത്തോടെ ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ടൈംസ് ഓഫ് റഫറൻസുകളാണ് ഗോയലിന്റെ സന്ദർശനത്തിനിടെ ചർച്ചയായത്. സഹകരണത്തിന്റെ പുതിയ വാതിൽ തുറക്കുന്നതാകും കരാറെന്നാണ് വിലയിരുത്തൽ. ഒരുപാട് മേഖലകളിൽ അത് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ടെലികമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ഫിൻടെക്കിലായിക്കോട്ടെ, പല മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരുപാട് പദ്ധതികളുമായിട്ട് ഇരു രാജ്യങ്ങളിലെയും സ്ഥാപനങ്ങളും അതുപോലെ മിനിസ്ട്രികളും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം വളരെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് കാണാം. വ്യാപാരത്തിൽ നിലനിൽക്കുന്ന കമ്മി ഇല്ലാതാക്കാൻ വലിയ വൈവിധ്യവൽക്കരണം ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ IT, AI തുടങ്ങിയ മേഖലകളിലും ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ഡിജിറ്റൽ രംഗത്ത് ഒരുപാട് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. IT മേഖലയിൽ, എഡ്ടെക് മേഖലയിൽ, അതുപോലെ FMCG മേഖലയിൽ, കൂടുതൽ ഫാർമ മേഖലയിൽ ഇനിയും കൂടുതൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫാർമ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൻ്റെ ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. കൂടുതലായിട്ട് അത് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ FMCG മേഖലയിലും ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതകൾ ഞങ്ങൾ കാണുന്നു. ഉഭയകക്ഷി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഖത്തർ അമീറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും നേരത്തെ നടത്തിയ ചർച്ചകളുടെ ചുവട് പിടിച്ചാണ് നിലവിലെ കൂടിയാലോചനകൾ പുരോഗമിക്കുന്നത്. ഇരു രാഷ്ട്രങ്ങളിലെയും ബിസിനസ് സമൂഹവും ന്യൂഡൽഹിയിലും ദോഹയിലുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. മീഡിയ 1 ഖത്തർ.